നമസ്കാരം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. സംഘികൾ എന്താ കരുതിയിരുന്നേ? ഈ രാജ്യം എൻ്റെ അപ്പൻ്റെ തറവാട് സ്വത്തെന്നാണ് കുറേ സംഘികൾ കരുതിയിരുന്നത്. കഴിഞ്ഞ 12 വർഷങ്ങൾക്ക് മുന്നേ UPA സർക്കാരിൽ നിന്ന് അധികാരം കിട്ടിയതിന് ശേഷം അഖണ്ഡ ഭാരതം, ഇനി ഈ രാജ്യത്ത് RSSും BJPയും അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ സംഘടന ഉണ്ടാകില്ല. ഈ നാട്ടിൽ നിലനിന്നിരുന്ന എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരെ EDയെ കാണിച്ചും അധികാരത്തിന്റെ ബലപ്രയോഗത്തിലൂടെയും സാമ്പത്തികം ഓഫർ ചെയ്തെല്ലാം അവർ തങ്ങളുടെ വരുതിയിലാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് ഞങ്ങൾക്ക് എതിർ ശബ്ദമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു സംഘിസ്ഥാൻ ആക്കിക്കളയും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് യൂത്ത് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. വെറുതെ അല്ല, ഇവരുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ മതി, ഞങ്ങൾ തമ്പ്രാന്മാർ, ഞങ്ങൾ ചക്രവർത്തികൾ അനുവദിച്ചു തരുന്നത് ഇവിടത്തെ പ്രജകളായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത എന്തു കൊടുത്താലും മൗനികളെ പോലെ അടിമകളെ പോലെ ഏറ്റുവാങ്ങുന്നവർക്ക് അത് എച്ചിൽ കഷ്ണം ഇട്ടെറിഞ്ഞു കൊടുക്കുന്നത് പോലെ കൊടുക്കും, അതൊക്കെ എടുത്ത് നക്കിയിട്ട് പൊയ്ക്കൊള്ളണം, ഞങ്ങൾക്ക് ഇങ്ങനെയേ പറ്റുള്ളൂ. ഒരുത്തൻ്റെയും പ്രതിഷേധമോ പ്രതികരണമോ അതൊന്നും ഞങ്ങൾ മുഖവിലേക്കെടുക്കില്ല. ഞങ്ങൾക്കൊരു വഴിയുണ്ട്, ആ വഴി മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ. അതിനെതിരെ നിലകൊള്ളുന്നവരെ കണ്ടില്ല കേട്ടില്ല അവഗണിച്ച് തറ പറ്റിക്കുന്ന രീതിയാണ് അവലംബിച്ചിരുന്നത്. രാഷ്ട്രീയ പാർട്ടിയിൽ പ്രതിപക്ഷത്തുള്ളവർക്ക് പോലും ഒരു വില കൽപ്പിക്കാതെ ചോദിക്കാനും പറയാനും ആരില്ല, ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ഏകാധിപതിയെ പോലെ ആയിരുന്നു നമ്മുടെ വിശ്വഗുരു വാണിരുന്നത്. ഇപ്പോൾ വിശ്വഗുരുവിന് രാത്രി ഉറക്കമില്ലാതെ അർദ്ധരാത്രി ഇൻസ്റ്റഗ്രാം ലൈവൊക്കെ ഇട്ടതിന് ശേഷം അതിലൂടെ ഈ പ്രശ്നപരിഹാരമെല്ലാം നടത്തിക്കളയാമെന്ന് വിചാരിച്ചിരുന്നിടത്താണ് കാര്യങ്ങൾ പിടിച്ചെടുത്ത് നിൽക്കില്ല എന്നൊരവസ്ഥയുണ്ടായത്. ഇത് സത്യസന്ധമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം ശക്തമായിട്ടുള്ളൊരു താക്കീതാണ്. പിക്ചർ അബീബി ബാക്കിയെ, അതായത് ഈ നാട്ടിലെ എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവരെയെല്ലാം EDയെ കാണിച്ചും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചെല്ലാം നിങ്ങളുടെ പക്ഷത്താക്കി ഇവിടെ പ്രതിപക്ഷമില്ലെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ തേർവാഴ്ചയാണ്. അങ്ങനെ ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാതെ എന്തും നടത്തിക്കളയാമെന്ന് വിചാരിക്കുന്നിടത്ത് ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്നൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. തിരിച്ചറിഞ്ഞോളൂ, നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന കാലഘട്ടത്തോളം ഒരു തരത്തിലും ഈ രാജ്യത്തെ നിങ്ങൾക്ക് ഏകാധിപത്യ രാജ്യമാക്കിയോ ഒരു രാജഭരണകൂടമാക്കി മാറ്റാമെന്നുള്ള സ്വപ്നം അതങ്ങ് വഴിയിൽ ഉപേക്ഷിച്ചേക്കൂ. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങനെ മോഹമുണ്ടെങ്കിൽ ഏതെങ്കിലും ചവറ്റുകുട്ടയിലിട്ട് കുഴിച്ചു മൂടുന്നതാണ് വിശ്വഗുരുവിനും സംഘത്തിനും നല്ലത് എന്നുള്ള ശക്തമായിട്ടുള്ള സൂചനയാണ് തെരുവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ പറയുന്നതേ നടക്കുള്ളൂ, ഞങ്ങൾ ചെയ്യുന്നതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്നിടത്ത് പാറ്റാ സമരം, അത് വാൻചുക്കും ഒപ്പം തന്നെ അഭിജിത് ദീപ്കയും കൂടി ചേർന്ന് ഡൽഹിയിൽ 25-26 ദിവസങ്ങൾക്ക് മുന്നേ പ്രതിഷേധം തുടങ്ങുമ്പോൾ അതിന് പുല്ലുവില കൽപ്പിച്ചിരുന്നു. ഈ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും ഉന്നത പരീക്ഷകളെല്ലാം കുത്തഴിഞ്ഞ അവസ്ഥയിലും ഈ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ ജീവിതവും വിദ്യാഭ്യാസവുമെല്ലാം അതിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് എത്തി കണ്ണിൽ കണ്ട ഏജൻസികൾക്ക് കൊടുത്ത് പണം വാങ്ങിയിരുന്ന ഒരു സംവിധാനം അത് ആ രീതിയിലെ നടപ്പാക്കൂ എന്ന മനോഭാവത്തിന് കരണക്കുറ്റിക്ക് അടികൊടുത്ത് ചെവി പിടിച്ച് പുറത്താക്കുന്ന രീതിയിലാണ് ചെറുപ്പങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി നടത്തിയ സമരം കൊണ്ട് കേന്ദ്രന്മാരെ മുട്ടുകുത്തിച്ചുകൊണ്ട്. നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല ഈ നാട്ടിലെ പൗരന്മാരുള്ളത്, ചെറുപ്പങ്ങൾ ഉള്ളത് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശക്തമായ താക്കീതാണ്. ഭരിക്കാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നിങ്ങൾക്ക് അനുമതി തരികയാണെങ്കിൽ, അവരുടെ നികുതി പണം കൊണ്ട് നിങ്ങൾക്ക് ഉപ്പും ചോറും തന്ന് പോറ്റുന്നുണ്ടെങ്കിൽ, ആ അധികാര കസേരകളിൽ കയറിയിരുന്ന് ഞാൻ ചക്രവർത്തിയായി അവനെ കയറി മതിക്കാം, അവനെ കയറി എന്തും ചെയ്യാം, അവൻ്റെ അവകാശങ്ങളെല്ലാം റദ്ദാക്കാം, അവൻ്റെ സ്വാതന്ത്ര്യങ്ങൾ ഇല്ലായ്മ ചെയ്യാം, അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളെ ചവിട്ടി മതിക്കാമെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ അടിച്ചൊതുക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഇരട്ടി തീവ്രതയിൽ നിങ്ങളുടെ മർദ്ദനോപകരണങ്ങൾക്ക് നേരെ തിരികെ വരുന്ന ഒരു വലിയ സമൂഹം ഈ രാജ്യത്തുണ്ടെന്ന് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ തെളിയിച്ചേരുകയാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാനെ നിങ്ങൾ പൊതിഞ്ഞു പിടിച്ചു, സംരക്ഷിക്കാൻ നോക്കി. ഒടുവിൽ സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലേക്കാകുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ കൈവിടേണ്ട ഗതിയിലേക്ക് വന്നു. ഇത് ഓരോരുത്തർക്കുമുള്ള സന്ദേശമാണ്. സംഘികൾ സോഷ്യൽ മീഡിയയിലൂടെ കിടന്ന് തിളച്ചു മറിയും പോലെ അല്ല ഗ്രൗണ്ട് റിയാലിറ്റി. ആ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നുള്ള യാഥാർത്ഥ്യമാണ്. വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ളവ പലതും അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നേടിയെടുത്താലും ഈ നാട്ടിലെ ജനങ്ങളുടെ അസംതൃപ്തിയും അസഹിഷ്ണുതയും അവരുടെ താല്പര്യവും വികാരവും ഉണർന്നു കഴിഞ്ഞാൽ
പിന്നെ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള ശക്തമായിട്ടുള്ള സന്ദേശം വിശ്വഗുരുവിന് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു സൂചന നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഇനിയും ഇതേ മാർഗത്തിലാണ് നിങ്ങൾ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, വളരെ പെട്ടെന്ന് ഭയം എന്നുള്ള ആ വികാരത്തെ മാറ്റി നിർത്തി എങ്ങനെയാണോ ചെറുപ്പങ്ങൾ തെരുവിലേക്ക് വന്നത് അതുപോലെ വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കെട്ടിപ്പൊക്കിയ ഈ സാമ്രാജ്യമെല്ലാം നിമിഷങ്ങൾക്കകം തകർന്നു വീഴുമെന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്.